നമസ്കാരം. നമ്മുടെ ഈ കാലഘട്ടത്ത് ആത്മീയം പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരാനായിട്ട് എല്ലാ മതത്തിലും പലരുമുണ്ട്. പല മതപുരോഹിതരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജ്യോത്സ്യന്മാരും അറിയാലോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം യൂട്യൂബിൽ തന്നെ ഉണ്ട്, ദൈവത്തെ നമ്മളെ വരുതിയിലാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി, ആ ദൈവത്തിനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാനായി 10 കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തെ വരുതിയിലാക്കാൻ എനിക്ക് കാര്യം സാധിക്കാനാണെങ്കിൽ അതൊക്കെ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് ജനങ്ങളൊക്കെ അതിന്റെ പുറകെ ഓടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ലെവലിൽ വരെ ആൾക്കാരെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്ന ആത്മീയരൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, ഇതേപോലെ വല്ലതും സംഭവിക്കുമോ, ഇതൊക്കെ നമുക്ക് അവർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉയർച്ചയോ വല്ല വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇനി ദൈവം ചെയ്തു തരണയാണോ അതോ ഇനി ഏതെങ്കിലും നെഗറ്റീവ് ശക്തികളാണോ ചെയ്തു തരുന്നത്, ഇതൊക്കെ ഇതിന്റെയൊക്കെ പിന്നെ ഒരുപാട് തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊക്കെ ഈ പബ്ലിക്കായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലരുടെയും ശത്രുവാകും. പക്ഷെ ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ, ഇത് പല കാര്യങ്ങളും നമ്മൾ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. കാര്യം നമ്മൾ അങ്ങനെ വെറുതെ ശത്രു ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും ഈ തിന്മയെ നശിപ്പിച്ചിട്ട് നന്മയെ ഉയർത്തിക്കൊണ്ട് വരുന്ന പ്രക്രിയ പ്രകൃതി തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ വ്യാജമായി നിൽക്കുന്നതും തിന്മയുടെ ശക്തിയിലൂടെ നമ്മളോട് കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരുന്നതും നമ്മെ കബളിപ്പിച്ചുകൊണ്ടിരുന്നതും ഇങ്ങനെയൊക്കെയുള്ള പല ആത്മീയരും താനെ നശിച്ചു പോകാൻ തുടങ്ങും. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കാലഘട്ടത്ത് ശരി ഏത് തെറ്റേതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അങ്ങനെ ആർക്കും വിശ്വസിക്കാനൊന്നും പറ്റൂല. പക്ഷെ ചെയ്ത് നോക്കുമ്പോഴും ശ്രമിച്ചു നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹോട്ടലിൽ ഒരാൾ തുടങ്ങി. അപ്പം നമ്മൾ വേറൊരു ഹോട്ടലിൽ നിന്നാണ് സ്ഥിരം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നതെന്ന് വെച്ചോ. ഒരാളൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് 1-2 പേര് കഴിച്ചിട്ട് പറഞ്ഞു ഇത് കൊള്ളാം, അല്ലെങ്കിൽ അയാൾ അവിടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ആഹാരങ്ങളുണ്ട്, ഇത് കൊള്ളാമോ, ഈ വിലയ്ക്ക് ഇത് മുതലാവുമോ, ഇതൊക്കെ ശരിക്കും നമ്മൾ കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. വെളിയിൽ നിന്നും കൊണ്ട് ഇപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചത് ഇതാണ് ഏറ്റവും രുചികരമായ ആഹാരം, എന്റെ ഈ ഹോട്ടലാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പുതിയൊരു ഹോട്ടലിനടുത്ത് ഇതൊന്നും അല്ല, എന്റെ ഈ ഹോട്ടലാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ പുതിയ പുതിയ പല ഹോട്ടലുകൾ തുടങ്ങും, ഇതിനെക്കാട്ടി ടേസ്റ്റുള്ള ആഹാരങ്ങൾ വെളിയിൽ കിട്ടുമായിരിക്കാം. പക്ഷെ അത് ഇതിനെക്കാട്ടി നല്ലതാണോ അത് ഇതിനെക്കാട്ടി മോശമാണോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കഴിച്ചു നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ല വെളിയിൽ നിന്നും കൊണ്ട് വിലയിരുത്താൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ആത്മീയരും ഇവരൊക്കെ പല മാർഗങ്ങൾ പറയുന്നുണ്ട്, പല ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും തെറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ചിലത് തെറ്റാണ്, ചിലത് ശരിയാണ്. നമ്മൾ മനുഷ്യർ സ്വതന്ത്രരാണ്, നമുക്ക് കഴിച്ചു നോക്കണം. ഇപ്പൊ അവിടെ പോയി അത് കഴിച്ചു നോക്കാം. ഇതിപ്പോ നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഈ ആഹാരം കിട്ടുന്നത് തൃപ്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നിടത്തുനിന്ന് നിങ്ങൾ കഴിക്കണം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഈ ആഹാരത്തിനെ വിലയിരുത്താൻ. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ അത് കഴിക്കും, ഇഷ്ടപ്പെടാത്തവർ അത് കഴിക്കില്ല. പിന്നെ ഞാൻ ഈ പല പല കാര്യങ്ങളും പബ്ലിക്കായിട്ട് വിടുമ്പോൾ എനിക്ക് പല രഹസ്യങ്ങളും ഒന്നും പബ്ലിക്കായിട്ട് പറയാൻ കഴിയില്ല. അപ്പം എന്നെ വിശ്വസിച്ച് എന്റെ ആഹാരം കഴിച്ച് എന്നിലൂടെ ദൈവം പറഞ്ഞു തരുന്ന കാര്യമാണ്. എന്നിലൂടെ ആ ദൈവവുമായി ബന്ധം ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ഈ വലിയ വലിയ ചോദ്യങ്ങളുടെ ഉത്തരം ദൈവം തന്നെ അവരുടെ ആത്മാവിലൂടെ പറഞ്ഞു കൊടുക്കും. അപ്പം എന്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സത്യം, ഇതാണ് ശരി എന്ന് ഓരോരുത്തരെ ഈ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കലല്ല. എന്റെ ജോലി ദൈവവുമായി ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരെ ദൈവവുമായി ബന്ധം ഉണ്ടാക്കാനുള്ള വഴി അങ്ങ് പറയുക. ഇത് ആര് കേൾക്കുന്നുവോ ആരനുസരിക്കുന്നുവോ അവർക്ക് ആ ദൈവവുമായി ബന്ധം വരും. എന്നിട്ട് അടുത്ത ചിന്ത ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ആത്മാവ് പവർഫുൾ ആകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുന്ന ലെവലിലേക്ക് അവർ എത്തും. അപ്പൊ ഇന്ന ജോലി ഞാൻ പോണോ, എനിക്ക് മക്കളുണ്ടാവുമോ, അതോ ഞാനിപ്പോ ചെയ്യുന്നത് തെറ്റാണോ, എനിക്ക് വീട് വെക്കാൻ സമയമായോ, ഇതെല്ലാം അവനവൻ തന്നെ ധ്യാനത്തിലൂടെ അവരുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തണം. ഇതാണ് ദൈവനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. ഇപ്പൊ ഇതിലോട്ട് എത്തിക്കണം ആൾക്കാരെ. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും വഴികളും അടിസ്ഥാനങ്ങളും ഞാൻ ഈ പറയുക. അപ്പൊ ഇത് പറയുമ്പോൾ ഇതിൽ 1000 പേര് കേൾക്കുന്നതിൽ ഒരു 10 പേരായിരിക്കും ഇത് എടുക്കുന്നത്. മതി, 10 പേർക്ക് ദൈവമായിട്ട് ബന്ധം ഉണ്ടായി അവർ രക്ഷപ്പെട്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ശരിയാണ്, ഇത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് എനിക്ക് പറയാനും പറ്റൂല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരി നിങ്ങൾ കണ്ടെത്തണം. നാളെ എന്ത് ചെയ്യണം സ്വന്തമായി കണ്ടെത്തണം. ഒരു പ്രശ്നം വരുന്നു, അല്ലെ ഒരു വല്ല മഹാവ്യാധി വരുന്നു, ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണോ എടുക്കണ്ടേ, അതോ ഇത് വരുമ്പോഴേക്ക് ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണോ, അല്ലെങ്കിൽ എനിക്കിത് പേടിക്കാതെ ധൈര്യമായി തന്നെ എനിക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാമോ, എന്നെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുമോ, ഇതെല്ലാം അവരവർ തന്നെ മനസ്സിലാക്കിയെടുക്കണം. ഇപ്പൊ എനിക്കത് പറയാനോ അല്ലെ എനിക്കെന്തെങ്കിലും ചെയ്തു തരാനോ പറ്റൂല.
അപ്പൊ ഈ ലെവലിലേക്ക് ആൾക്കാരെ എത്തിക്കുക, ഇതാണ് ദൈവം ഈ കാലഘട്ടത്ത് ഉദ്ദേശിക്കുന്ന പരിപാടി. അതായത് അങ്ങനെ എത്തുന്നവർക്ക് ദൈവത്തിൽ നിന്നും നേരത്തെ നിർദ്ദേശങ്ങൾ കിട്ടുകയും ചെയ്യും, അവരത് ഇന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. പിന്നെ മറ്റൊരു കാര്യം, എന്നെ വിളിക്കുന്ന പലരും അവർക്ക് ചില ദർശനങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടെന്നും അവർ പലതും തള്ളിക്കളഞ്ഞും എന്നും പറഞ്ഞ് ചിലർ വിളിക്കുന്നുണ്ട്. ഇതില് നല്ല രീതിയിൽ ഹൈന്ദവ രീതിയിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചും അങ്ങനെ ആ രീതിയിൽ ആ ചിട്ടയിൽ പോകുന്ന പലരും യേശുവിനെ ദർശനത്തിൽ കണ്ടെന്നും യേശു അവരോട് അടുത്ത് സംസാരിക്കുന്നതായിട്ടും ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് എന്നോട് ഇപ്പൊ പലരും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശിവൻ എന്റെ രൂപം ഞാൻ കണ്ടെന്നും ശിവൻ എന്നോട് ഇടപെട്ടെന്നും കണ്ടു പറയുന്നവരുണ്ട്. അതേപോലെ മറ്റ് ചില ശക്തികളെല്ലാം പല രീതിയിൽ പലരോട് ഇടപെട്ടതായിട്ട് എന്നെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇപ്പൊ എന്റെ മെസ്സേജ് വളരെ ഉപയോഗമായി. കാരണം അവർ ചോദിക്കുന്നത് വെച്ചാൽ, ഈ കണ്ടു എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങളെ ദൈവം ആരാണ്, ഏത് ദേവനാണ് അല്ലെങ്കിൽ ഏത് അദൃശ്യ ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാനായി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആ അദൃശ്യ ശക്തി നിങ്ങളോട് ഇടപെടും. ആ ഇടപെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളുടെ വഴികാട്ടി ഈ അദൃശ്യ ശക്തിയാണ്. അത് മനസ്സിലാക്കിയിട്ട് ആ അദൃശ്യ ശക്തി പറയുന്നത് പോലെയും ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അവിടെ മതമില്ല, അങ്ങനെ ഒരു വിഷയമില്ല. കാര്യം ഞാനീ പറയുന്നത് ദൈവത്തിലോട്ട് എത്താൻ വേണ്ടി നിൽക്കുന്ന ആ ആത്മാക്കളെ കുറിച്ചാണ്. അവർക്ക് മാത്രമേ ദൈവം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയുള്ളൂ, അവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ദർശനങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നവർ അവർക്ക് തന്നെ ദൈവം പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾ ഏത് മാർഗത്തിലൂടെ വരണം, അല്ലെ നിങ്ങൾ ആരാണ് സഹായിക്കാൻ പോകുന്നത്, അതവർ തിരിച്ചറിയണം. ഇതേപോലെ ദൈവവുമായി ബന്ധം കിട്ടുമ്പോൾ ദൈവം തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ അവരെ നയിക്കാനായിട്ട് ഇത് അറിയാവുന്നൊരു ഗുരു ഇല്ലാത്തത് കാരണം അവര് അവിടെ വെച്ച് ഈ പല ആവർത്തി കണ്ട ആൾക്കാരുണ്ട്. അവർക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവരടുത്ത് ചെയ്യുന്ന അറിയാതെ അവർ വീട്ടുകാരെന്ത് പറയുന്നു, അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അതേപോലെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവർ പറയുന്നത് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പേ, 5 വർഷം മുമ്പ് അല്ലെ 10 വർഷം മുമ്പേ അന്നേ ഞാൻ ഈ സത്യം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും കഷ്ടം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, ഇത്രയും ഞാൻ ഇങ്ങനെ കുരുങ്ങൂലായിരുന്നു, എന്റെ ഈ കല്യാണമേ നടക്കൂലായിരുന്നു, എനിക്ക് ഈ രീതിയിലെ ജീവിതമേ കിട്ടില്ലായിരുന്നു. കറക്റ്റാണ്, അന്നേ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാതെ നിങ്ങൾ വഴിതെറ്റിപ്പോയി. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഇനിയും ശ്രമിക്കും. ഇപ്പം ഇത്രയും പോയി കഴിഞ്ഞു, ഇനി നിങ്ങൾ ഇനിയും ശ്രമിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ ആ ചുരുങ്ങിപ്പോയ ആത്മാവിനെ നിങ്ങളൊന്ന് ഉണർത്തിയെടുക്കുക. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും കിട്ടിയല്ലോ, നിങ്ങൾക്ക് തന്നെ ബാക്കി കിട്ടട്ടെ. അതാണ് ശരിക്കും വേണ്ടത്. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇനി മുന്നോട്ട് പോകും. അങ്ങനെ അവരതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ആ രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ദൈവത്തിന്റെ നിങ്ങളെ രക്ഷിക്കുന്ന ഒരു വഴി. അപ്പൊ ഇതിലേക്ക് എത്തിക്കലാണ് ശരിക്കും എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. അല്ലാതെ ഇങ്ങനെ പോകണം അങ്ങനെ പോകണമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ അധികാരമില്ല. ഞാൻ അങ്ങനെ പറയരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാം ദൈവത്തിനുള്ളതാണ്, എല്ലാം. ഇനി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ കണ്ട വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്താണ്, ആ വ്യക്തി എന്താണ് ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത്, ആ വ്യക്തിയുടെ പുരാണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കഥകൾ, അതിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് അതിന്റെ അകത്ത് നിന്നും നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം ആ രീതിയിൽ കൊണ്ടുവന്നിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ആ ശക്തി നിങ്ങളെ സഹായിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പൊ ഒരാൾ ഒരു ശക്തിയെ കണ്ടിട്ട് ഞാൻ ഇത്രയും നാളും ഈ ശക്തിയാണല്ലോ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് ഇതും കുറച്ച് ചെയ്ത് അതും കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനൊന്നും ഫലം വരില്ല. നിങ്ങൾക്ക് ദൈവം ഒരു ശക്തിയെ കാണിച്ചു തന്നെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ആ കണ്ട ശക്തിയിൽ വിശ്വസിക്കണം, അതെന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അത് പഠിപ്പിച്ചു തരാനുള്ള ജോലി ശരി എനിക്കില്ല, എനിക്ക് പറഞ്ഞുകൂടാ. എനിക്ക് ദൈവം എന്ത് പറയും ഞാൻ നിങ്ങളടുത്ത് പറയുന്നു. നാളെ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്ത് ജീവിക്കണം, അത് ഞാൻ അതേപോലെ ചെയ്യുന്നതല്ലാതെ എനിക്ക് ഈ പാണ്ഡിത്യമൊന്നുമില്ല. ഇതൊന്നും വായിച്ച് മനസ്സിലാക്കിയോ ഇവിടെ കഥകളൊന്നും എനിക്ക് പിടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് ദൈവം പറഞ്ഞിരുന്ന കാര്യം നിങ്ങളോട് പറയുമ്പോൾ ഇത് എവിടെയെങ്കിലൊക്കെ അത് ആരെങ്കിലും പറഞ്ഞതായിരിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ശക്തിയെ ദൈവം കാണിച്ചു തന്നാൽ നിങ്ങൾ ആ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കണം. പല വ്യക്തികളും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതും പറയുന്നതൊക്കെ അതിന്റെ സത്യാവസ്ഥ പിടികിട്ടണം. ഇതിൽ ശരി ആരാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതാണ് നിങ്ങളുടെ അടുത്ത ജോലി. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി ചില കാര്യങ്ങൾ അടുത്തത്.